ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു കഥയോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൈലാസപർവ്വതത്തിൽ മഞ്ഞു മൂടിയ ശിഖരങ്ങൾക്കിടയിൽ പരമശിവനും പാർവതി ദേവിയും അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ജഗന്മാതാവായിട്ടുള്ള പാർവതി ദേവി ഭക്തജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. കലിയുഗത്തിൽ ജനങ്ങളുടെ ജീവിതം വളരെ ദുഃഖപൂർണമാണ്. സാധാരണക്കാർക്ക് ദീർഘമായ പൂജകളോ അല്ലെങ്കിൽ കഠിനമായ തപസ്സുകളോ ഒന്നും നടത്താൻ സമയമില്ല. രോഗം, കടബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വേദനകളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു മാർഗം ചിന്തിച്ചുകൊണ്ടാണ് ദേവി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഭഗവാൻ കണ്ണു തുറന്ന് പാർവതി ദേവിയോട് ചോദിച്ചു, അല്ലയോ ദേവി, താങ്കൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ദേവി പരമേശ്വരനോട് ചോദിച്ചു, അല്ലയോ പരമേശ്വര, ലോകത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ദീർഘമായിട്ടുള്ള പൂജകളോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള തപസ്സുകളോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് താങ്കളുടെ കൃപ എളുപ്പത്തിൽ ലഭിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത്. അപ്പോൾ കരുണാമയനായ താങ്കൾ അവർക്കായി എന്തെങ്കിലും എളുപ്പ വഴി കാണിച്ചു കൊടുക്കണം എന്നാണ് ദേവി ഭഗവാനോട് പറഞ്ഞത്. അപ്പോൾ കാരുണ്യവാനായ പരമശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് ദേവിയോട് ഇപ്രകാരം പറഞ്ഞു, കലിയുഗത്തിലെ ജനങ്ങളുടെ കഷ്ടതകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കായിട്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള 6 മന്ത്രങ്ങൾ നൽകാൻ പോവുകയാണ്. ഈ മന്ത്രങ്ങൾ അതീവ ശക്തിയുള്ളതും എന്നാൽ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ ജപിക്കാൻ കഴിയുന്നതുമാണെന്ന്. ഇതിന് പ്രത്യേക നിഷ്ഠകളോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ചടങ്ങുകളോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പരമേശ്വരൻ ദേവിയോട് പറഞ്ഞത്. കേവലം 3 തവണ ഭക്തിയോടെ ജപിച്ചാൽ മാത്രം മതി. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്നും ഭഗവാൻ ദേവിയോട് പറയുകയുണ്ടായി. എന്നാൽ ഓരോ മന്ത്രവും ഓരോ പ്രത്യേക ആവശ്യത്തിനുള്ളതാണ്. ഭക്തിയും വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ ഇത് ഫലിക്കൂ എന്നുകൂടി മഹാദേവൻ ദേവിയോട് പറയുകയുണ്ടായി. അത്തരത്തിൽ മഹാദേവൻ ദേവിയോട് പറഞ്ഞ 6 മന്ത്രങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായിട്ട് ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ ജപിക്കുന്ന ഒരു വിധം നമുക്കിടയിലുണ്ട്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പോലെ അതിശക്തമായതും എന്നാൽ എത്രയും പെട്ടെന്ന് ഫലം നേടാവുന്നതുമായിട്ടുള്ള മന്ത്രമാണ് നാം നേരത്തെ പറഞ്ഞ 6 മന്ത്രങ്ങൾ എന്നുള്ളത്. എല്ലാവരും ഈ മന്ത്രങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഈ മന്ത്രം ജപിക്കുവാനായിട്ട് അധികം നിഷ്ഠകളൊന്നും പാലിക്കേണ്ട ആവശ്യകതയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. സാധാരണയായി നാം മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് നിലവിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നിട്ടായിരിക്കാം നാം മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത്. അത്തരത്തിലുള്ള നിഷ്ഠകളൊന്നും ഈ മന്ത്രത്തിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്തും ജപിക്കാവുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇത്. സാധാരണയായി ഭഗവാൻ പരമേശ്വരൻ്റെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില നിഷ്ഠകളൊന്നും ഈ മന്ത്രത്തിന് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അത്തരത്തിൽ ഒരു മന്ത്രമായതിനാൽ ഈ മന്ത്രം ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഭഗവാനോടുള്ള ഭക്തി മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടും കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. നമുക്കറിയാം ഭഗവാൻ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണെന്ന്. ഭഗവാനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്തന്മാർക്കും അതായത് ഭഗവാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവാനോട് ഒരുപാട് ഭക്തിയുള്ള ഭക്തന്മാർക്കെല്ലാം ഭഗവാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ
ഈ മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് പ്രത്യേക നിഷ്ഠകളൊന്നും ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. എങ്കിലും ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അതായത്, നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിന് മുൻപായിട്ട് നിലത്ത് തറയിലിരിക്കരുത് എന്നാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു പായയോ അല്ലെങ്കിൽ ഒരു വിരിയോ ഒക്കെ വിരിച്ചിട്ട് വേണം ഇരിക്കുവാൻ. നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ മുകളിലും നിങ്ങൾക്ക് ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പക്ഷേ വൃത്തിയുള്ള ഒരു പായോ അല്ലെങ്കിൽ ഒരു വിരിയോ വിരിച്ചിട്ട് വേണം ഈ മന്ത്രം ഉരുവിടുവാൻ. ഇനി വേറെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ചില മന്ത്രങ്ങളെല്ലാം നമ്മൾ 108 തവണയോ അല്ലെങ്കിൽ 1008 തവണയോ ഒക്കെ നമുക്ക് ചൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ ജപിക്കേണ്ടി വരും. അത്തരത്തിൽ 108 തവണയോ 1008 തവണയോ ഒന്നും ജപിക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട വ്യവസ്ഥകളൊന്നും ഈ മന്ത്രത്തിനില്ല എന്നുള്ളത് തന്നെയാണ്. വെറും 3 പ്രാവശ്യം ജപിച്ചാൽ മതിയാകും ഈ മന്ത്രം. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതും. ഇനി ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഈ മന്ത്രം ജപിക്കേണ്ടത് 6 രീതിയിലാണ്. വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുമെന്ന് കരുതി 6 മന്ത്രങ്ങളും നിങ്ങൾ ഒരുമിച്ച് ജപിക്കുവാൻ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഓരോ മന്ത്രങ്ങളും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അതിനാൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യത്തിന് അനുസരിച്ചുള്ള മന്ത്രം മാത്രമേ ഒരു തവണ ജപിക്കുവാൻ പാടുള്ളൂ. ആ ആവശ്യം നടന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അടുത്ത മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെയാണ് ആ മന്ത്രങ്ങൾ എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ മന്ത്രം മായാ പഞ്ചാക്ഷരി മന്ത്രമാണ്, അതായത് യൂം നമഃശിവായ. രണ്ടാമത്തേത് മദന പഞ്ചാക്ഷരി മന്ത്രമായ ക്ലീം നമഃശിവായ എന്നാണ്. അടുത്തത് വിദ്യ പഞ്ചാക്ഷരി മന്ത്രമാണ്, ഐം നമഃശിവായ. അടുത്തത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്, അതായത് ഹ്രീം നമഃശിവായ. അടുത്തത് മുക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്, രം നമഃശിവായ. അടുത്തത് ശ്രീ പഞ്ചാക്ഷരി മന്ത്രമാണ്, ശ്രീ നമഃശിവായ. ഇനി നമുക്ക് ഓരോ മന്ത്രത്തിൻ്റെയും പ്രത്യേകതകളും അവ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നും വിശദമായി നോക്കാം. ഒന്നാമതായി പറഞ്ഞ മായ പഞ്ചാക്ഷരി മന്ത്രമാണ്, അതായത് യൂം നമഃശിവായ. ഈ മന്ത്രം ജപിക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുവാൻ, ഇനി വ്യാപാരങ്ങളൊക്കെ, അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വ്യാപാരത്തിൽ ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്. അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഉണ്ടാകുവാനൊക്കെ വേണ്ടിയിട്ട് ഈ മായ പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. അടുത്തത് മദന പഞ്ചാക്ഷരി മന്ത്രമാണ്, അതായത് ക്ലീം നമഃശിവായ. ഇത് ജപിക്കുന്നത് വിവാഹയോഗം സാധിക്കുവാൻ, അല്ലെങ്കിൽ കുടുംബ കലഹങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ജീവിതം മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ട്, അതും കൂടാതെ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കുവാനും ഈ മന്ത്രം ജപിക്കുന്നതോട് കൂടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് മദന പഞ്ചാക്ഷരി മന്ത്രമായിരുന്നു. അടുത്ത മന്ത്രം എന്ന് പറയുന്നത് വിദ്യ പഞ്ചാക്ഷരി മന്ത്രമാണ്. പഠനത്തിൽ ഉന്നത വിജയം നേടുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് വിദ്യ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അത് ജപിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഐം നമഃശിവായ എന്നാണ്. മാത്രമല്ല മികച്ച ജോലി ലഭിക്കുവാനും ഉദ്യോഗക്കയറ്റം ലഭിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും എല്ലാം ഈ മന്ത്രം വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. അടുത്ത മന്ത്രം എന്ന് പറയുന്നത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്, ഹ്രീം നമഃശിവായ. ഈ മന്ത്രം ജപിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാൻ, ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത്. തടസ്സങ്ങളെല്ലാം മാറുവാനും നമ്മുടെ മാനസിക ശക്തി പോലും വർദ്ധിപ്പിക്കുവാൻ ഈ ശക്തി പഞ്ചാക്ഷരി മന്ത്രത്തിന് സാധിക്കുന്നതാണ്. അടുത്ത മന്ത്രം എന്ന് പറയുന്നത് മുക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്, അതായത് രം നമഃശിവായ. ഈ മന്ത്രം ജപിക്കുന്നത് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തന്നെ ആവണമെന്നില്ല, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അവരെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിച്ചാൽ 3 തവണ ജപിച്ചാൽ മതിയായിരിക്കും. പിന്നെ ദീർഘായുസ് നേടുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും മറ്റു വേദനകളിൽ നിന്നെല്ലാം ആശ്വാസം നേടുവാനും ഈ മന്ത്രം, അതായത് ഈ മുക്തി പഞ്ചാക്ഷരി മന്ത്രം 3 തവണ ജപിച്ചാൽ മതിയാകും. ഇപ്പം നമ്മൾ പറഞ്ഞത് 5ാമത്തെ മന്ത്രമാണ്. ഇനി അടുത്തതും അവസാനത്തേതുമായിട്ടുള്ള 6ാമത്തെ മന്ത്രമാണ് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ശ്രീം നമഃശിവായ. ഈ മന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട്, അതായത് കുടുംബത്തിലേക്ക്
സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമാധാനം, കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സകല സൗഭാഗ്യങ്ങളും നേടുവാൻ വേണ്ടിയിട്ടെല്ലാം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞത് 6ാമത്തെ മന്ത്രമായിരുന്നു ശ്രീ പഞ്ചാക്ഷരി മന്ത്രം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഒരു സമയം ഒരു മന്ത്രം മാത്രമേ ജപിക്കാവൂ എന്നുള്ളതാണ്. ഒരു ആവശ്യം സാധിച്ചതിനു ശേഷം മാത്രമേ അടുത്ത മന്ത്രം നിങ്ങൾ തുടങ്ങാവൂ. അടുത്ത കാര്യം, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 3 തവണ ഭക്തിയോടെ ജപിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. മറ്റൊരു കാര്യം എന്നുള്ളത്, പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ. മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയും പോകരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിങ്ങളുടെ ഭക്തിയിലും വിശ്വാസത്തിലും മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തിൻ്റെ വേഗത എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും തെക്ക് ദർശനമായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. അതായത്, ജപിക്കുമ്പോൾ മനസ്സ് മറ്റെവിടെയും പോകുവാൻ പാടില്ല. ഒരു ആഗ്രഹം സഫലമായതിനു ശേഷമേ അടുത്ത മന്ത്രം തുടങ്ങാവൂ. വെറും തറയിലിരുന്നുകൊണ്ട് ഒരു കാരണവശാലും ഈ മന്ത്രം ജപിക്കരുത്. മറ്റൊരു കാര്യം, മദ്യപിച്ചോ പുകവലിച്ചോ ഒന്നും ഈ മന്ത്രം നിങ്ങൾ ജപിക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും വിരിപ്പിൽ അല്ലെങ്കിൽ പായിലിരുന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ. ഓർക്കുക, ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാനോ അവരെ വേദനിപ്പിക്കാനോ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും ഈ മന്ത്രങ്ങൾ ജപിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ദോഷഫലം ജപിക്കുന്ന വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.